തിരിച്ചടിയൊക്കെ ഉണ്ടാവും. ആ തിരിച്ചടിയിൽ ഭയക്കണവരല്ല കമ്മ്യൂണിസ്റ്റുകാര്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പോരാളികളാ. തടവറയ്ക്കുള്ളിൽ തുടയല്ലു പൊട്ടി തകരുന്ന നേരം എന്നച്ഛൻ കരുതി വച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു പുതു സ്വാതന്ത്ര്യ സ്വപ്നം, ധീര സ്വാതന്ത്ര്യ സ്വപ്നം. മകനെ നിനക്കീ സ്വപ്നം, ഇന്ത്യ പുലരുമെന്നൊരു സ്വപ്നം. ഞാൻ പറഞ്ഞു ബാലകൃഷ്ണന്റെ മണ്ണെന്നാണ്. RSSകാരിങ്ങനെ 36 വെട്ടുവെട്ടി വിറക് കീറുന്നത് പോലെ കീറുമ്പോ എന്റെ സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ അവസാനം ഇൻകുലാബ് സിന്ദാബാദാണ് വിളിച്ചത്. അമ്മയെന്ന് വിളിച്ചിട്ടില്ല. കയ്യിലൊരു അടി കിട്ടിയപ്പോ നാട് മുഴുവൻ അലർന്നതിൽ അപമാനിക്കുന്നതിൽ കരഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ അളക്കരുത് കേട്ടോ. സാധാരണക്കാരായ അതിന്റെ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ബേജാറൊന്നും കണ്ട് നിൽക്കരുത്. ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടും ഒരു പരാതിയില്ല, പരിഭവമില്ല. നിങ്ങൾ ശാന്തമായി ആലോചിക്കൂ. ഞങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങളോട് കൊറോണ ചൂണ്ടിക്കാണിക്കൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ തമ്പുരാന്മാരില്ല. വിളിച്ചിരുത്തി പറയാം, നിസാർ എവിടെ വാ, നാരായണൻകുട്ടി വാ, ഗോകുൽദാസ് വാ, മണികണ്ഠ വാ, സംസാരിക്കാനുണ്ട്. ഞങ്ങൾ കേൾക്കും. നിങ്ങൾ എവിടെയായിരുന്നു? സതീശൻ ഒരാഴ്ച കേരള അനാഥായില്ലേ? 13 മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി തിരിച്ചു വന്നോ? കോൺഗ്രസിന്റെ നേതാക്കൾ മന്ത്രിമാര് പറഞ്ഞെന്താ, കടലിലൊക്കെ പോയാൽ കൊറോണം ചാവും, കൊറോണം വരുന്നതാണോ? അവിടെ പോയി നോക്കണം. ആകാശത്ത് പറന്നു വട്ടമിട്ട് കാറും കോളും കൊണ്ട കടലിൽ എവിടെയാണ് മത്സ്യത്തൊഴിലാളി? അതിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. അതിന് പകരം അമ്മാനത്തിന് ജലദോഷം പിടിച്ചു എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ കയറി വന്ന മുഖ്യമന്ത്രി വിവാദം ഉണ്ടായപ്പോ പറഞ്ഞു, ഞാൻ ചിലരെ കാണാൻ വന്നതാണ്. മുഖ്യമന്ത്രി എങ്ങനെ ചിലരെ കാണുക? സ്വകാര്യമായിട്ട് വെള്ളം കയറി നിൽക്കുകയാണ് 3 ജില്ല. ആളുകൾ ദുരന്തമുഖത്ത്. അത് കഴിഞ്ഞ് കോഫി ഷോപ്പ് ഉദ്ഘാടനം, ജ്വല്ലറി ഷോപ്പ് ഉദ്ഘാടനം. നോക്കൂ, എന്താ സതീശൻ പറഞ്ഞിരുന്നറിയോ? കേരളത്തെക്കുറിച്ച് ബദൽ പരിപാടിയുണ്ട്. ഈ വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സിനിമ ഉണ്ടോ? അതില് മോഹൻലാൽ, ഇന്നസെന്റ് ഒക്കെ കൂടി ഒരു ചേരിയിൽ വരിക. ആ ചേരിയിലുള്ള ആളുകളെ ഒഴിപ്പിക്കണം ഒരു കമ്പനിക്ക് വേണ്ടി. അതിന്റെ അകത്താണെങ്കിൽ നല്ല കൈക്കരുത്തുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഇടയിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ഒരാളെ കണ്ടു. അയാൾ വിളിച്ചു, വാ, കാര്യം എന്താണ്? അവരിങ്ങനെ അന്വേഷിച്ചു പിടിച്ചോ, പറഞ്ഞു എല്ലാ വിവരം എന്റെ കയ്യിലുണ്ട്, എല്ലാം. അപ്പൊ എവിടെ? ദാ എല്ലാ രേഖയും എന്താ ശങ്കരാടി, എല്ലാ രേഖയും. അപ്പോഴാണ് ഇന്നസെന്റ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം. അപ്പൊ പറയും, ദേ ചങ്ങല 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 കാലിട്ടിരിക്കുക. സതീശൻ പറയാ എല്ലാം ഉണ്ട്, വിവരം. ഇപ്പൊ എവിടെ വി ഡി സതീശൻ? നിങ്ങൾ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ വർഗീയതക്കോ 3 മാസം കൊണ്ട് കേരളത്തെ പണയം വെച്ചു. നിങ്ങൾ കേരളത്തിന്റെ ക്ഷേമ പദ്ധതികൾ തകർത്തു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തകർത്തു, വിദ്യാഭ്യാസ രംഗം സംഘപരിവാരത്തിന് കീഴെഴുതി കൊടുത്തു. ബുദ്ധിജീവി മന്ത്രിയാട്ടോ, ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നാണ് പറയുന്നത്. ബുദ്ധിജീവി, ബുദ്ധിക്കട്ട. പാലക്കാട്ടുകാരെ അങ്ങനെ പറയാ, ബുദ്ധിക്കട്ട. അവന്റെ താടി നിലയൊക്കെ കണ്ട ബുദ്ധിക്കട്ട, ബുദ്ധിജീവി ജാടയൊക്കെയാണ്. പക്ഷെ പറഞ്ഞതാണ്, അവന്ന് വേണത് ആലോചിച്ചു പറഞ്ഞതാണ്. കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കും, എന്നാലോ രോഗം വന്ന ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ വന്ന് കിടക്കും. നോക്കൂ, ഇന്ന് രാജ്യത്ത് മുഴുവൻ ചർച്ചയാണ് 80ാം സ്വാതന്ത്ര്യ ദിനം. അതിനു മുമ്പ് BJP ഇന്ത്യ ഭരിക്കുമുണ്ടാവണ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. എന്താണ് BJPയുടെ ഭരണം ഉണ്ടാക്കുന്ന ആപത്ത്? എന്താണ് കഴിഞ്ഞ 12 കൊല്ലം ഇന്ത്യ അനുഭവിച്ചത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ സർവകലാശാലകൾ JNU ഉണ്ട്, അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ജാമിയ മില്ലിയ സർവകലാശാലയുണ്ട്, യാദവ്പൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതിനകത്തൊക്കെ കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുട്ടികൾ, ഇന്ത്യയിലെ ക്രീമായ കുട്ടികൾ, അവർ രാജ്യത്തും ലോകത്തും നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും, പ്രതികരിക്കും, പ്രതിഷേധിക്കും, ഡിബേറ്റ് ചെയ്യും. അങ്ങനെയുള്ളവരെ നിങ്ങൾ വിളിക്കുന്നത് ദേശദ്രോഹികളാണ്. അവരെ ദേശീയത പഠിപ്പിക്കാൻ ഈ യൂണിവേഴ്സിറ്റികൾക്കകത്ത് പാറ്റന്റ് ടാങ്കുകൾ ഇറക്കി. ഇന്ത്യയുടെ കുഞ്ഞുങ്ങളുടെ നെഞ്ചത്ത് നിങ്ങൾ പാറ്റന്റ് ടാങ്ക് കയറ്റി. BJPയുടെ ഭരണത്തിൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോ നവോത്ഥാനം നടന്ന ഇന്ത്യയിൽ നോക്കും, മഹാരാഷ്ട്രയിലുണ്ട് ജ്യോതിബ ഫൂലെ, അംബേദ്കർ, ബംഗാളിലുണ്ട് ടാഗോർ, തമിഴ്നാട്ടിലുണ്ട് പെരിയോർ, കേരളത്തിലുണ്ട് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ബടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, ഇങ്ങനെ ഒരുപാട് ആളുകൾ. ഇവരുന്നയിച്ചതാണ് നവോത്ഥാനം. ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യൻ ഒന്നാണ്, തുല്യനാണെന്ന്. അതിന്റെ മേലെ പുനരുത്ഥാനത്തിന്റെ കൊടിവെച്ച് പറപ്പിക്കുകയാണ് നിങ്ങൾ.
ശാസ്ത്രത്തിനെതിരായി മിത്തുകളെ കൊണ്ട് യുദ്ധം ചെയ്യുക, പ്രധാനമന്ത്രിയെ നേതൃത്വം കൊടുക്കണത്. വിമാനം അതൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങി പ്രധാനമന്ത്രി. ശാസ്ത്രം വേഴ്സസ് മിത്ത്, ശാസ്ത്രത്തിന്റെ എതിരായി മിത്തുകളുടെ സൈന്യത്തെ നയിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഡൽഹിയിൽ ഇന്ത്യയുടെ അധികാര കേന്ദ്രത്തിൽ വെറുപ്പാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്, വിദ്വേഷമാണ്. വായ തുറന്നാൽ അപരമത വിദ്വേഷം പ്രചരിപ്പിച്ച് ശത്രുവിനെ പോലെ രാജ്യത്തെ പൗരന്മാരോട് പെരുമാറുന്ന പ്രധാനമന്ത്രിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമ പറഞ്ഞതുപോലെ അന്ധവിശ്വാസങ്ങൾ പാർക്കുന്ന ഇടങ്ങളായി മാറി. അന്ധവിശ്വാസങ്ങൾക്ക് പാർപ്പിടങ്ങൾ ഒരുക്കുന്നത് പാഠപുസ്തകങ്ങളിലാണ്. യുക്തിചിന്തയില്ല. ഗാന്ധിജിയുടെ മേലെ സവർക്കർ വരുന്നു. ഗാന്ധിജിയല്ല, സവർക്കറാണ് രാഷ്ട്രപിതാവ് എന്ന നിലയിൽ കാര്യങ്ങൾ മാറി വരുന്നു. ബിജെപിയുടെ ഭരണമാണ്. ഇതിന്റെ അവസാനമാണ് കേട്ടോ വന്ദേ മാതരം. കഴിഞ്ഞ ദിവസം നിയമം പാസാക്കി പാർലമെന്റിൽ. ഇത് ഒരുപാട് ചർച്ച നടത്തിയതാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 1950 ജനുവരി മാസം 24-ാം തീയതി അന്തിമമായി യോഗം ചേർന്ന് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, ജനഗണമനയ്ക്ക് തുല്യമായ ആദരവ് വേണം. അത്രേ പറഞ്ഞുള്ളൂ. കൈയടിച്ച് അംഗീകരിച്ചു. ഒരു നിയമമില്ല, ഒരു വ്യവസ്ഥയില്ല. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു, ആദ്യത്തെ 2 ചരണം ചൊല്ലിയാൽ മതി, ബാക്കിയുള്ള 4 അതൊരു പ്രത്യേക ദൈവത്തെ മാത്രം പ്രതിദാനം ചെയ്യുന്നതാണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ഇവിടെ സിഖുകാരുണ്ട്, ജൈനരുണ്ട്, പാർസികളുണ്ട്, ബുദ്ധമതാനുയായികളുണ്ട്, ചാർവാകന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മനുവാദികളുണ്ട്, മതമില്ലാത്തവരുണ്ട്. ഇങ്ങനെ ഒരു ബഹുമത രാജ്യമായ ഒരു നാട്ടിൽ ഒരു പ്രത്യേക മതവിശ്വാസത്തിന്റെ സങ്കീർത്തനം, കവിത പാടില്ല. ടാഗോർ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചു. പക്ഷെ ഇപ്പൊ നിയമമാണ്. വന്ദേ മാതരത്തിനെതിരായി അത് ഉച്ചരിച്ചില്ലെങ്കിൽ, അത് ചൊല്ലുന്ന സദസ്സിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ 3 കൊല്ലം തടവ്. എന്താണല്ലോ കാര്യം അറിയോ? എന്താണ് ഈ ചൊല്ലുന്നതിന് തർക്കം? 4 ചരണാണ് അതില്. 3-ാമത്തെ വാചകം എങ്ങനെയാണ് വരണത്? തോമാരി പ്രതിമ ഗഡി മന്ദിരേ മന്ദിരേ, നിന്റെ പ്രതിമ എല്ലാ അമ്പലങ്ങളിലും വയ്ക്കും, എല്ലാ മന്ദിരങ്ങളിലും നിന്റെ പ്രതിമ വെക്കും. തുംഹി ദുർഗ ദശപ്രഹരണവർദ്ധിനി, നീ തന്നെ ദുർഗ, 10 കൈകളിൽ ആയുധങ്ങളുമായി നിങ്ങൾ ഏതാണ്ട് കൊലപാതക തൃഷ്ണയോടെ നിൽക്കുന്നു. ദുർഗാദേവി. കമലദള വിലാസിനി, ലക്ഷ്മി ദേവിയെ വർണ്ണിക്കുകയാണ്. വാണി വിദ്യാധായിനി നമാമി ത്വം, സരസ്വതിയെ വർണ്ണിക്കുക. ടാഗോർ പറഞ്ഞിട്ടോ, ഇതിങ്ങനെ ഒരു പ്രത്യേക വിഭാഗം മാത്രം വിശ്വസിക്കുന്ന ദുർഗയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ചൊല്ലണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? വേണ്ടാന്ന് തീരുമാനിച്ചു. ഈ നിയമം വ്യാഖ്യാനിക്കുന്ന സുപ്രീം കോടതിയാണ്. 1986 എറണാകുളത്തെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്, യഹോവ സാക്ഷികൾ. അവരൊരു സ്കൂളിൽ ഇത് ചൊല്ലാൻ പോയപ്പോ എണീറ്റ് നിന്നു, ജനഗണമന ചൊല്ലും. അവർ ഏറ്റു ചൊല്ലിയില്ല, കേസായി. സുപ്രീം കോടതിയിൽ പോയപ്പോ സുപ്രീം കോടതി പറഞ്ഞു, അവരുടെ വിശ്വാസപ്രകാരം ജനഗണമന ചൊല്ലേണ്ടതില്ലെങ്കിൽ ചൊല്ലേണ്ടതില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ മിണ്ടാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയും സുപ്രീം കോടതിയും ഒക്കെ അംഗീകരിച്ച കാര്യമാണ്. ഇപ്പൊ കുറ്റകൃത്യമായിട്ട് വരാ. വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ വന്ദേമാതരം മുഴുവനായിട്ട് വന്നു. ചീഫ് സെക്രട്ടറി ഇറക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 6 വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലണം. കോൺഗ്രസിന്റെ നിലപാടെന്താ? ഇന്ത്യയിൽ കോൺഗ്രസ് എടുക്കണം നിലപാട് ഇവിടെ നിങ്ങൾ എടുക്കണുണ്ടോ? നോക്കൂ, ബിജെപി അധികാരത്തിൽ വന്നപ്പോ സർവകലാശാലകൾ മുഴുവൻ പിടിക്കാനാണ് തീരുമാനിച്ചത്. ഇന്ത്യയിലെ എല്ലാ സർവകലാശാലയിലും RSSകാർ വൈസ് ചാൻസലർമാർ. കേരളത്തിൽ ഇടതുപക്ഷം നേരിട്ട് ഏറ്റുമുട്ടി നിന്നത് അതിനോടാണ്. പക്ഷെ ഇപ്പൊ മഹാത്മാഗാന്ധിജിയുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാ? മാമൂദ് ദുരൈപാണ്ടി, കരകളഞ്ഞ സംഘി. അവിടുത്തെ സെനറ്റിൽ 18 RSSകാരുണ്ട്. എന്തേ ദാമോദർ സവർക്കർ സതീശൻ മിണ്ടാത്തെ? കോൺഗ്രസുകാരനായ റോജി എം ജോൺ എന്ന മന്ത്രി എന്തേ മിണ്ടാത്തെ? ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി എന്താ മിണ്ടാത്തെ? നിങ്ങൾ ഭരിക്കുമ്പോ കാർഷിക സർവകലാശാല സംഘി VC ആണ്.
കുസാറ്റിൽ സംഖ്യ വീശിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അവരുടെ കാൽക്കീഴിലാണ്. അപ്പൊ ഇങ്ങനെ ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ ഭരണപരമായി സ്വാതന്ത്ര്യം കിട്ടി 80 കൊല്ലം കഴിയുമ്പോ രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിൽ വെറുപ്പ് സിംഹാസനം പിടിച്ചിട്ടിരുന്ന രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിച്ച് സംഘപരിവാരം അഴിഞ്ഞാടുമ്പോ ആ അഴിഞ്ഞാട്ടത്തിന് പിൻവാതിലൂടെ പ്രവേശനം കൊടുക്കുന്ന ഗവൺമെന്റായി UDF മാറി. നിങ്ങൾ പറ, നിങ്ങൾ നയം പറയേ, ലീഗെ പറയൂ. മുസ്ലിം ലീഗല്ല ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ നട്ടല്ലായിരുന്നത്. സുരേന്ദ്രൻ പറഞ്ഞെന്താ? ലീഗുകാരെ വെച്ച് ഞങ്ങളുടെ നയാണ് നടപ്പാക്കുന്നത്. ഞങ്ങൾക്ക് 3 MLA-മാരുണ്ട്. ലീഗിനെ കൊണ്ട് സംഘത്തിന്റെ നയം ഞങ്ങൾ നടപ്പാക്കും. ഇപ്പൊ അത് നടപ്പാക്കി വരികയാണ്. നിങ്ങൾ ഈ കാര്യത്തിലുള്ള നിങ്ങളുടെ നിലപാട് പറയൂ. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം നാട് നേരിടുന്നത് ഇതാണ്. കേരളം എന്ന മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം സമ്പൂർണമായി സംഘപരിവാരത്തിന്റെ കാൽക്കീഴിലേക്ക് മാറ്റപ്പെടുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നു സവർക്കർ സതീശനും കുഞ്ഞാലിക്കുട്ടി സായിവും ഒക്കെ ചേർന്ന മന്ത്രിസഭ. നിലപാടുണ്ടോ? ആണ് നിങ്ങൾ വിശദീകരിക്കുന്നത്. പിന്നെ നമുക്കറിയാലോ കേരളം മാറിയത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാവണത് എങ്ങനെയാ? സമ്പത്ത് പുനർവിതരണം ചെയ്തിട്ടാണ് കേട്ടോ. 57-ലെ ഗവൺമെന്റ് ഭൂമിയാണ് അന്നത്തെ സമ്പത്ത് ഉൽപാദനത്തിന്റെ വസ്തു. ആ ഭൂമി എല്ലാ ആളുകളുടെയും എല്ലാവർക്കും ഭൂമിയില്ലല്ലോ, ജന്നി തമ്പുരാന്മാരുടെ കയ്യിലാണ്. അപ്പൊ ആ ഭൂമി പരിധി നിശ്ചയിച്ചു കൈവശം വെക്കുന്നത്. കർഷകർക്ക് ഭൂമി കൊടുത്തു, മിച്ച ഭൂമി എടുത്ത് കർഷക തൊഴിലാളിക്ക് കൊടുത്തു. നിയമസഭ നിയമം പാസാക്കിയത് തടഞ്ഞപ്പോ നിയമസഭ പാസാക്കിയ ബില്ല് വരമ്പത്ത് വെച്ച് AKGയുടെ നേതൃത്വത്തിൽ ഭൂമി പിടിച്ചെടുത്ത് സമരം നടത്തി. ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ പോയി ഭൂമി പിടിച്ചെടുത്തു. സമ്പത്ത് പുനർവിതരണം ചെയ്തിട്ട് കേരളം മാറി. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊണ്ടുവന്നു. അധികാര വികേന്ദ്രീകരണം നടപ്പാക്കി. ക്ഷേമം കേരളത്തിലെ ഗവൺമെന്റിന്റെ മുഖമുദ്രയായി. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ? ഇപ്പോ നമ്മള് പഞ്ചായത്തിലൊക്കെ എല്ലാ വില്ലേജിന്റെ മുമ്പിലും കർഷക തൊഴിലാളി സമരം നടത്തി. സതീശൻ ഗവൺമെന്റ് പറഞ്ഞു ഇനി അടുത്ത മാസം തൊട്ട് ക്ഷേമ പെൻഷൻ വരുന്നത് ബാങ്കിലാണ്. ഇപ്പൊ അത് വീട്ടിൽ കൊണ്ടു കൊടുക്കാണ്. സഹകരണ സ്ഥാപനങ്ങൾ വഴി വീട്ടുകളിൽ എത്തിക്കുന്നു. അത്യാവശ്യം ചിലർക്ക് മാത്രം ബാങ്കില്. എന്താണ് ഈ ബാങ്കില് വരുന്നതിന്റെ പ്രശ്നം നിങ്ങൾക്കറിയോ? നോക്കൂ, നമ്മൾ മുമ്പ് ഗ്യാസ് വാങ്ങിയിരുന്നു. ഇപ്പോഴല്ല, ഒരു 10-12 കൊല്ലം മുമ്പ് പാചകവാതകത്തിന്റെ വില 480 രൂപയാണ്. നമ്മൾ കൊടുക്കേണ്ട പൈസ 280 ബാക്കി 200 ഗവൺമെന്റ് കൊടുക്കും സബ്സിഡി. കുറച്ചു കഴിഞ്ഞപ്പോ UPA 2ാം ഗവൺമെന്റാണ്. അവർ പറഞ്ഞു സബ്സിഡി ഞങ്ങൾ ബാങ്കിൽ തരാം. ഒരു കുറ്റി സിലിണ്ടർ വാങ്ങുമ്പോ 480 നിങ്ങൾ കൊടുത്തോ, 200 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ തരും. ഇപ്പൊ പാചകവാതകത്തിന്റെ വില എത്രയാ? 1100. സബ്സിഡി ഉണ്ടോ ആർക്കെങ്കിലും? തരില്ല. സതീശൻ മോഡിക്ക് പഠിക്കുകയാണ്, മൻമോഹൻ സിംഗിന് പഠിക്കുകയാണ്. ബാങ്കിൽ തരാന്ന് പറഞ്ഞാൽ തരില്ല എന്നാ മലയാളം. ഭർത്താവ് കോടതിയിൽ കേസ് കൊടുത്തു MACT ട്രൈബ്യൂണലിൽ. കോടതി വിധിച്ചു 4.5 ലക്ഷം രൂപ കോമ്പൻസേഷൻ. ഭർത്താവ് പറഞ്ഞത് പോരാ, അവളെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി തള്ളി. സുപ്രീം കോടതിയിൽ പോയി. സുപ്രധാനമായൊരു വിധി ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞു. എന്തറിയോ? വീട്ടില് വീട്ടമ്മ എന്ന് പറയുന്ന സ്ത്രീ എടുക്കുന്ന പണിയുടെ സമ്പത്താണ് ഇന്ത്യയുടെ ആകെ വരുമാനത്തിന്റെ 19%. നമ്മൾ ചോദിച്ചാ പറയെന്താ? ഭർത്താവിന് എന്താ പണി? ഡ്രൈവറാണ്, ചുമട്ടുതൊഴിലാളിയാണ്, ചെത്തൊഴിലാളിയാണ്, കടയിൽ പോവും, ഹോട്ടൽ പണിയാണ്, ക്ലർക്കാണ്. നിങ്ങൾക്ക് എന്താ പണി? പണിയൊന്നുമില്ല, വീട്ടമ്മയാണ്, വീട്ടിലില്ല. ഒരു പണിയില്ലേ? 4 മണിക്ക് എണിക്കണം, അടിച്ചു കൊടുക്കണം. ആളെണിക്കുമ്പോഴേക്ക് ചായ തലയ്ക്കും ഭാഗത്തോണ്ട് വെക്കണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. പണിക്ക് പോണാക്ക് ഭക്ഷണം കൊടുക്കണം, അടിച്ചു കൊടുക്കണം. നായ്ക്കുട്ടിക്ക് കഞ്ഞി കൊടുക്കണം. പശു ഉണ്ടെങ്കിൽ അതിനെ നോക്കണം, വാടിനെ വിടണം, വീട് വൃത്തിയാക്കണം. രാവിലെ 4 മണിക്ക് എടിച്ച വീട്ടമ്മ ഭക്ഷണം കഴിക്കുന്നത് 11 മണിക്കാണ്. പിന്നെ ഉച്ചയ്ക്കല്ല ഭക്ഷണം ഉണ്ടാക്കണം. 4 മണിക്ക് കുട്ടി വരുമ്പോഴേക്ക് അതിന്റെ ഭക്ഷണം ഉണ്ടാക്കണം. വൈകുന്നേരത്തെ ആള് പണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് അവരുടെ ഭക്ഷണം ഉണ്ടാക്കണം. ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് പാത്രം കഴുകി ലൈറ്റ് അണച്ച് കിടക്കുമ്പോ 11 മണിയാണ്. എന്താ പണി? പണിയില്ല, വീട്ടമ്മയാണ്. തോമസ് ഐസക് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ടോ, വീട്ടമ്മ വൽക്കരണം എന്ന് പറഞ്ഞിട്ട്. കേരളത്തിലെ MA, MCOM, MTech ഒക്കെ പഠിച്ച സ്ത്രീകള് ജോലി അന്വേഷിക്കും, കിട്ടാതായ വീട്ടമ്മമാരായി മാറും.
ദേശീയ വരുമാനത്തിന്റെ 19%. അതുകൊണ്ടാണ് ഇടതുപക്ഷം തീരുമാനിച്ച് അലവൻസ് കൊടുക്കണം. നിർത്തിയില്ലേ? എവിടെ സ്ത്രീ തുല്യതയെക്കുറിച്ച് സംസാരിക്കണ സതീശൻ? എവിടെ? അത് പോയി. ഇപ്പോ പ്രിയദർശിനി ഒരു ബസ്, ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം. നല്ല കാര്യം, നല്ലതായിട്ട് ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ അവർ പറഞ്ഞ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്നൊക്കെയാണ്. കേരളത്തിൽ ആകെ ഓർഡിനറി ബസ്സുകൾ 3300 ഉള്ളൂ കേട്ടോ. മലബാറിൽ ഇതില്ല. തിരുവനന്തപുരം നഗരത്തിലും കോട്ടയത്തും ഒക്കെയാണ് കാര്യമായിട്ടുള്ളത്. പക്ഷെ അതാണെങ്കിലും ശരി. പക്ഷെ ഇവര് പിന്നീട് പറഞ്ഞെന്താ, ഒരു ബസ്സിൽ സൗജന്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്ക് അലവലാദികൾ തള്ളിക്കയറി വരികയാണ്. കൊടുത്ത മന്ത്രിയാണ് ഈ പറയണട്ടോ. കല്യാണത്തിന് വിളിച്ചിട്ടേ കത്തൊക്കെ കൊടുത്തിട്ട് കുടുംബസമേതം വരണട്ടോ, നിങ്ങളും വരണം, ചേച്ചിയും വരണം, മക്കളും വരണം, അമ്മമ്മയും കൊണ്ടുവരണം, കാറയക്കണോ. അപ്പൊ നമ്മള് കാറയച്ചു. ആള് പോയി, ഇലട്ടു, ചോറൊക്കെ ഇട്ടു. എന്നിട്ട് അപ്പുറത്ത് പോയി പറയണ ദരിദ്രവാസികൾ കുടുംബസമേതം വന്നേക്കാണ് തിന്നാൻ. ഇതല്ലടാ UDF പറഞ്ഞേ. നിങ്ങളുടെ മനസ്സിലിരിപ്പാ പുറത്തു വന്നത്. നിങ്ങളുടെ മനസ്സിലിരിപ്പ്. ബുദ്ധിജീവി മന്ത്രിയാട്ടോ. ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നാണ് പറയുന്നത്. ബുദ്ധിജീവി, ബുദ്ധിക്കട്ട. പാലക്കാട്ടുകാരെ എങ്ങനെ പറയാ? ബുദ്ധിക്കട്ട. അവന്റെ താടി നിലയൊക്കെ കണ്ട ബുദ്ധിക്കട്ട, ബുദ്ധിജീവി ജാടയൊക്കെയാണ്. പക്ഷെ പറഞ്ഞതാണ്, ആവുന്ന വേണത് ആലോചിച്ച് പറഞ്ഞതാണ്. കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കും, എന്നാലോ രോഗം വന്ന ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ വന്ന് കിടക്കും. എന്റെ ചേട്ടാ, കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് ഓരോ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹമാണ്. ഇവിടെ നിൽക്കുന്ന ചുമട്ട് തൊഴിലാളി ശകാക്കള് അവരുടെ മക്കൾ ചുമട്ട് തൊഴിലാളി ആവണമെന്ന് ആഗ്രഹിക്കുവോ? ഇവിടെ ബാർബർ ഷോപ്പ് ഇട്ട ആൾ അവരുടെ മക്കൾ ബാർബർ ആവണമെന്ന് ആഗ്രഹിക്കുവോ? ആട്ടോറിക്ഷ ഓടിക്കുന്ന ആളുടെ മക്കൾ ആട്ടോറിക്ഷക്കാരനാവണമെന്ന് ആഗ്രഹിക്കുവോ? നമ്മുടെയൊക്കെ മക്കൾ നമ്മൾ ജീവിച്ചതിനേക്കാൾ നന്നായി ജീവിക്കണം. മികച്ച വിദ്യാഭ്യാസം വേണം. അത് തടഞ്ഞത് മനുവാദ രാഷ്ട്രീയമാണ്. അതാണ് നിങ്ങൾ ഛർദ്ദിച്ചത്. അതല്ല നിങ്ങൾ ഛർദ്ദിച്ചത്. എന്താ ഞങ്ങളുടെ കുട്ടിയൊക്കെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാൽ പറ്റില്ലേ? കടം വാങ്ങിയിട്ടാണെങ്കിലും പഠിച്ചൂടെ? മനസ്സിൽ ബ്രാഹ്മണ്യാണ്, അതാ പ്രശ്നം. എന്നിട്ട് നിങ്ങൾ ആദിക്ക് ഞങ്ങൾ ബുദ്ധിജീവിയാണ്, ബുദ്ധിക്കട്ടയാണ്. ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണത്? പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടോ. UDF അല്ലേ പഞ്ചായത്ത് ഭരിക്കണേ? ഇവിടെ എത്ര കഷ്ടം. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതിന് മുമ്പ് അത് പറ. VD സതീശൻ സർക്കാർ 1555 കോടി 54 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നീക്കിവെച്ച പണം വെട്ടിക്കുറച്ചു. 1.5 കോടി 2 കോടി രൂപ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം പോയി. പ്രോജക്ട് ഉണ്ടാക്കിയല്ലോ. അംഗനവാടി കുട്ടികൾക്ക് ഭക്ഷണം, സ്കൂളിലെ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ സബ്സിഡി, ഇതൊക്കെ കൊടുക്കണം. പഞ്ചായത്ത് നീക്കിവെക്കണം. അങ്ങനെയാണല്ലോ. അതിപ്പോ നിന്നു. സതീശൻ പറയുന്നെന്താ? കുട്ടികൾക്ക് ഇനി അങ്ങനെ വലിയ ഭക്ഷണം വേണ്ട. നയനാരുടെ കാലത്താണ് ഈ കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയത്. കഞ്ഞി സ്കൂളിൽ കഞ്ഞിയും പയറുമാണ്. VSന്റെ കാലം വന്നപ്പോ കഞ്ഞി പോരാ, സാമ്പാറും ചോറും. ഇപ്പൊ ചില അങ്കണവാടി കുട്ടികൾ ബിർണാണി വേണമെന്ന് പറഞ്ഞപ്പോ അതും കൊടുക്കാൻ തീരുമാനിച്ചു ഇടതുപക്ഷ ഗവൺമെന്റ് കാലം. കാരണം എന്താ? കുട്ടികൾ നന്നായി ഭക്ഷണം കഴിച്ചു പഠിക്കട്ടെ എന്നാണ്. പക്ഷെ സതീശൻ പറഞ്ഞു ഞാനൊന്നും വേണ്ട, കഞ്ഞിയും പയറും, ഒന്ന് തൊട്ടുകൂട്ടാനും അങ്ങനെ മതി. പക്ഷെ മൂപ്പര് കഴിക്കണ ഭക്ഷണം ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടുട്ടോ. കണ്ടില്ലേ? കോഴി പൊരിച്ചത്, കോഴി വറുത്തത്, ബീഫ് ഒലത്തിയത്, ബീഫ് മന്തി, കുഴിമന്തി, ബിരിയാണി ആണ്, മലബാർ മീന് മുളകിട്ടത്, തവ ഫ്രൈ, കൊഞ്ച്, സാലഡ് 4 വക, ഫ്രൂട്ട്സ്, ഇതൊക്കെ കഴിക്കണ മാന്യനാ പറയണത്. കുട്ടികളത് തിന്നാ മതി. നിങ്ങളുടെ സമീപനാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾ എടുക്കുന്ന സമീപനം, പിന്തിരിപ്പൻ നിലപാട്. പണ്ടൊരു ഹെലികോപ്റ്റർ നമ്മള് സർക്കാർ വാടകയ്ക്ക് എടുത്തിരുന്നു, ഇടതുപക്ഷ സർക്കാർ. എന്തു വലിയ വിമർശനം അവർ നടത്തി. എന്തിന് ഹെലികോപ്റ്റർ? കുറെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അത് പോയി. ദുരന്തം ഉണ്ടാവുമ്പോ അവിടെ പോയി. ദാമോദർ സവർക്കർ സതീശൻ വന്നപ്പോ അമ്മാനച്ചനെ ജലദോഷം പിടിക്കുന്നത് കാണാനാ പോയത്. കണ്ടില്ല നിങ്ങള്? അമ്മാനച്ചനെ ജലദോഷം പിടിക്കണം നോക്കാൻ ഏത് ദിവസം? എല്ലാ കാലത്തും ഇപ്പൊ നമുക്കറിയാം, മൺസൂൺ തുടങ്ങിയാൽ കേരളം ദുരന്തമുഖത്താണ്. മഹാപ്രളയം 2019 വയനാട് ദുരന്തമുണ്ട്. ഏത് പെരുമഴ പെയ്താലും വെള്ളം കയറും പല ജില്ലകളിലും. ഇത്തവണ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം വെള്ളത്തിൽ മുങ്ങി. നിങ്ങൾ എവിടെയായിരുന്നു? സതീശൻ
ഒരാഴ്ച കേരള അനാഥായില്ലേ? 13 മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി തിരിച്ചു വന്നോ? കോൺഗ്രസിന്റെ നേതാക്കൾ മന്ത്രിമാര് പറഞ്ഞെന്താ, കടലിലൊക്കെ പോയാൽ കൊറോണം ചാവും, കൊറോണം വരുന്നതാണോ? അവിടെ പോയി നോക്കണം. ആകാശത്ത് പറന്ന് വട്ടമിട്ട് കാറും കോളും കൊണ്ട കടലിൽ എവിടെയാണ് മത്സ്യത്തൊഴിലാളി? അതിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. അതിന് പകരം അമ്മാനത്തിന് ജലദോഷം പിടിച്ചു എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ കയറി വന്ന മുഖ്യമന്ത്രി വിവാദം ഉണ്ടായപ്പോ പറഞ്ഞു, ഞാൻ ചിലരെ കാണാൻ വന്നതാണ്. മുഖ്യമന്ത്രി എങ്ങനെ ചിലരെ കാണുക? സ്വകാര്യമായിട്ട് വെള്ളം കയറി നിൽക്കുകയാണ് 3 ജില്ല, ആളുകൾ ദുരന്തമുഖത്ത്. അത് കഴിഞ്ഞ് കോഫി ഷോപ്പ് ഉദ്ഘാടനം, ജ്വല്ലറി ഷോപ്പ് ഉദ്ഘാടനം. നോക്കൂ, എന്താ സതീശൻ പറഞ്ഞിരുന്നറിയോ? കേരളത്തെ കുറിച്ച് ബദൽ പരിപാടി ഉണ്ട്. ഈ വിയറ്റ്നാം കോളനി കണ്ടുങ്ങളൊരു സിനിമ കണ്ടാ? അതില് മോഹൻലാൽ ഇന്നസെന്റ് ഒക്കെ കൂടി ഒരു ചേരിയിൽ വരിക. ആ ചേരിയിലുള്ള ആളുകളെ ഒഴിപ്പിക്കണം ഒരു കമ്പനിക്ക് വേണ്ടി. അതിന്റെ അകത്താണെങ്കിൽ നല്ല കൈക്കരുത്തുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഇടയിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ഒരാളെ കണ്ടു. അയാൾ വിളിച്ചു, വാ, കാര്യം എന്താണ്? അവരിങ്ങനെ അന്വേഷിച്ചു പിടിച്ചോ, പറഞ്ഞു എല്ലാ വിവരം എന്റെ കയ്യിലുണ്ട്, എല്ലാം. അപ്പൊ എവിടെ? ദാ എല്ലാ രേഖയും ദാ ശങ്കരാടി, എല്ലാ രേഖയും. അപ്പോഴാണ് ഇന്നസെന്റ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം. അപ്പൊ പറയും, ദേ ചങ്ങല 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 കാലിട്ടിരിക്കുകയാണ്. സതീശൻ പറയാ എല്ലാം ഉണ്ട്, വിവരം. ഇപ്പൊ എവിടെ എവിടെ വി.ഡി. സതീശൻ? നിങ്ങൾ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ വർഗീയതക്ക് 3 മാസം കൊണ്ട് കേരളത്തെ പണയം വെച്ചു. നിങ്ങൾ കേരളത്തിന്റെ ക്ഷേമ പദ്ധതികൾ തകർത്തു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തകർത്തു, വിദ്യാഭ്യാസ രംഗം സംഘപരിവാരത്തിന് കീഴെഴുതി കൊടുത്തു. ഇപ്പൊ ഒരു തൂഫാൻ കിട്ടും. തൂഫാൻ സംഗതി കേമാണ്. മയക്കുമരുന്നുള്ളവരെ പിടിക്കണം. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ചെന്നിത്തലയ്ക്ക് ഇതെന്തു പറ്റി? സാധാരണ കോൺഗ്രസുകാർ പതിവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതിവില്ല കേട്ടോ. ചെന്നിത്തല വന്നു, ഡിവൈഎഫ്ഐ പിന്തുണ കൊടുത്തു, SFI പിന്തുണ കൊടുത്തു, CPIM പിന്തുണച്ചു, LDF ആകെ പിന്തുണച്ചു, ഞങ്ങളുണ്ട് കൂടെ. വന്ന് തൂഫാൻ കയറി ചെന്നത് വടശ്ശേരി ശവർക്കർ സതീശന്റെ ആഫീസിന്റെ അകത്താണ്. ശവർക്കർ സതീശന്റെ മീഡിയ ടീമിന്റെ കൺവീനറാണ് കേരളത്തിന്റെ മൊത്ത സപ്ലൈക്കാരൻ മുഹമ്മദ് ഹുസൈൻ, അല്ലേ? നിങ്ങളുടെ വീഡിയോ ടീമിന്റെ. അപ്പൊ സതീശൻ പറഞ്ഞ അയാളെ കണ്ടിട്ടില്ല. നവകേരള യാത്രയുടെ ഇടയിൽ ഒരു യാത്ര ചാർജ് കണ്ടപ്പോ പോയതാണ്. അപ്പൊ ഇങ്ങനെ തുരുതുരാന്ന് പൊന്തി വന്നു സോഷ്യൽ മീഡിയയിൽ സതീശൻ ഇവരുമായി ചേർന്ന് നിൽക്കുന്നതിന്റെ ചിത്രം, സതീശന്റെ വിരുന്ന് സംഘടിപ്പിക്കുന്നതിന്റെ ചിത്രം, ആഫീസിൽ കയറി സംസാരിക്കുന്നതിന് ലുങ്കി ഉടുത്ത്, ബനിയനിട്ട്, തോളിക്കൈയിട്ട്. സതീശൻ ഈ കേരളത്തോട് എങ്ങനെയാ സമീപനെടുത്തത്? എന്താ പ്രശ്നം അറിയോ? കേരളത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ കാര്യം, ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമില്ല, ആരായാലും. പക്ഷെ 20 ദിവസം നീണ്ട് വേണുഗോപാൽ ഒരു ഭാഗത്ത്, ചെന്നിത്തല വേറൊരു ഭാഗത്ത്, സതീശൻ വേറൊരു ഭാഗത്ത്, തർക്കത്തോട് തർക്കം. അവസാനം സതീശനെ മുഖ്യമന്ത്രിയായിട്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. അത് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ചെന്നിത്തലയുടെ വീട്ടില് പത്രക്കാരിങ്ങനെ കൂടി നിൽക്കുകയാണ് മുന്നിൽ. അപ്പൊ ചെന്നിത്തല മുന്നിലെ വാതിലടച്ചു, പിന്നെ കൂടെ ഇറങ്ങി മുങ്ങി. ചെന്നിത്തലയുടെ അനുയായികൾ നാട്ടിൽ പറഞ്ഞെന്താ, അദ്ദേഹം ഗുരുവായൂർ പോയതാ. ചെന്നിത്തല പോയി തിരിച്ചു വന്ന് ആഭ്യന്തരം ഏറ്റെടുത്തപ്പോ സതീശന് വെച്ച കെണിയാണത്. കൂടെ കിടക്കണവന് രാപ്പനി അറിയാം, തൂഫാൻ അടിച്ചാൽ എവിടെ കയറുകയെന്ന് ചെന്നിത്തല മനസ്സിലാക്കിയത് കൊണ്ടാണ് വി.ഡി. സതീശന്റെ ആഫീസിൽ കയറി നിൽക്കുന്നത്. നമ്മുടെ സിനിമ ഉണ്ടല്ലോ, അയ്യപ്പനും കോശി. അയ്യപ്പൻ മുണ്ടൂക്കാരനാട്ടോ ആ സിനിമയിൽ. അയ്യപ്പൻ നായർ മുണ്ടൂർ മരുതയും. അതിലൊരു അയ്യപ്പൻ നായരുള്ളൂ കോശിക്ക്. ഞങ്ങൾ പറഞ്ഞു ഇവിടെ 2 അയ്യപ്പൻ നായരുണ്ട്, വേണുഗോപാല് പുറത്ത്, ചെന്നിത്തല അകത്ത്. അയ്യപ്പൻ നായർ പണി തുടങ്ങി മോനെ, നിങ്ങൾ അവിടെ പറയേണ്ടി വരും. ഇതാണ് UDF, ഇതാണ് UDF. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ തരിപ്പണാവാൻ പോവാൻ. ഇതാണ് രാഷ്ട്രീയം. ഇനി നമുക്കെതിരായി വന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇടതുപക്ഷ നേതാക്കളുണ്ട്, പക്ഷെ ഇവിടെ ഇതുകൂടി പറയണം എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ പറയാം. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? എന്താ കമ്മ്യൂണിസം? വിജയന്റെ ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ തമിഴ് മുഖ്യമന്ത്രി ജനനായകൻ, എന്നാ കമ്മ്യൂണിസ്റ്റ് എന്നാ? നീ പശിയെടുക്കുമ്പോൾ അത് സാപ്പിടുற 3 ഇഡ്ഡലിക്ക് മീതി വരെ 2 ഇഡ്ഡലി, അത് ഇന്നൊരുത്തരം. വിശക്കുമ്പോ കഴിക്കണ 3 ഇഡ്ഡലി, അത് കഴിഞ്ഞ് ബാക്കി 2 ഉള്ളൂ, അത് വേറെ വിശക്കണവന് കൊടുക്കാനുള്ള. അതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റ് അതാ തുല്യത. അധ്വാനിച്ച മനുഷ്യനാണ് സമ്പത്തുണ്ടാക്കിയത്. അധ്വാനിച്ച മനുഷ്യനുണ്ടാക്കിയ സമ്പത്താണ് ഈ ലോകത്തിന്റെ മുഴുവൻ.
അവനിൽ നിന്ന് അത് കവർന്നെടുത്ത് ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ലിംഗത്തിന്റെ പേരിൽ, വംശീയതയുടെ പേരിൽ ചില ആളുകൾ കൈവശം വെച്ചു. അത് തിരിച്ചുപിടിച്ച് എല്ലാ മനുഷ്യനും തുല്യനീതിയോടെ ജീവിക്കുന്ന ഒരു കാലമുണ്ടാവണം. ജാതി, മത, ഭാഷ, വർണ്ണ, ലിംഗ, ദേശവ്യത്യാസങ്ങളില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, കറുത്തവനും വെളുത്തവനും എന്ന വ്യത്യാസമില്ലാതെ, ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യൻ തുല്യരായി ജീവിക്കുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷാനിർഭരമായ സങ്കല്പമാണ് കമ്മ്യൂണിസം. പഞ്ചായത്ത്, അസംബ്ലി, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരും, ഞങ്ങളതിൽ പങ്കെടുക്കും. ചിലപ്പോ ജയിക്കും, ചിലപ്പോ തോൽക്കും. ജയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജയിച്ച സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ സമരം ശക്തിപ്പെടുത്തണം. MLA ആയാൽ ജനങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ നിൽക്കാൻ ആ പദവി ഉപയോഗിക്കണം. പാർലമെന്റിൽ വന്നാൽ MP പദവി ലഭിച്ചാൽ അത് ഉപയോഗിക്കണം. എല്ലാ കാലത്തും MP ആവാനല്ല, MLA ആവാനല്ല, പഞ്ചായത്ത് ആവാനല്ല. ഒരധികാരവും ഒരു മനുഷ്യനെയും വേർതിരിക്കാത്ത എല്ലാ അധികാര കേന്ദ്രങ്ങളും തകർന്നടിയുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് കമ്മ്യൂണിസം. അതിലിടക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് അത് നടപ്പാക്കിയതിന്റെ ഭാഗമായി തിരിച്ചടിയേറ്റിട്ടുണ്ട്. പക്ഷെ അത് നോക്കൂ, കാലങ്ങളായി നീണ്ടുനിന്നൊരു സാമൂഹിക വ്യവസ്ഥക്കകത്ത് വളരെ കുറഞ്ഞ കാലം മാത്രം മുന്നോട്ട് വന്ന സമത്വത്തിന്റെ ഈ ആശയത്തെ തകർക്കാൻ സ്വത്തുടമവർഗം, അവരുടെ അധികാരം, അവരുന്നയിച്ചിട്ടുള്ള സാംസ്കാരിക മണ്ഡലം ഇതൊക്കെ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നുണ്ട്. അതിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടിയൊക്കെ ഉണ്ടാവും. ആ തിരിച്ചടിയിൽ ഭയക്കണവരല്ല കമ്മ്യൂണിസ്റ്റുകാര്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പോരാളികളാ. തടവറയ്ക്കുള്ളിൽ തുടയല്ലു പൊട്ടി തകരുന്ന നേരം എന്നച്ഛൻ കരുതി വച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു പുതു സ്വാതന്ത്ര്യ സ്വപ്നം, ധീര സ്വാതന്ത്ര്യ സ്വപ്നം. മകനെ നിനക്കീ സ്വപ്നം, ഇന്ത്യ പുലരുമെന്നൊരു സ്വപ്നം. നോക്കും, മരിക്കുമ്പോ നാളത്തെ മനുഷ്യന്റെ വിമോചനത്തിന്റെ എന്റെ രക്തവും കൂടി വളക്കൂറുള്ള അതായി മാറട്ടെ എന്ന് തീരുമാനിക്കണവനാണ് കമ്മ്യൂണിസം. ഇത് മനസ്സിലാവും സാധാരണ മനുഷ്യന്. ഇവിടെ ഒരു മാന്യദേഹം പറഞ്ഞത് 50 കൊല്ലം ഇതിന്റെ കൂടെ നടന്നിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. 50 കൊല്ലം നടന്നു. MLA ആയി, KTDC ചെയർമാനായി, സെക്രട്ടേറിയറ്റ് മെമ്പറായി, ക്ലാസ് എടുത്തുട്ടോ, പാർട്ടി ക്ലാസ് എടുത്തു നാട്ടിലൊക്കെ. ഇപ്പൊ പറയുന്നു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. സാധാരണ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനും അംബാനി, അദാനി അവരാണല്ലോ രാജ്യത്തെ വലിയ സമ്പന്നൻ, അവരുടെ വീട്ടിൽ ജനിച്ച കുട്ടിക്ക് ഒരേ കഴിവുണ്ടാവുക ജനിച്ചു വീഴുമ്പോ. പിന്നെ അംബാനിയുടെ അദാനിയുടെയും കുട്ടികൾക്ക് അവന്റെ തലച്ചോറ് വളരാൻ പ്രത്യേക പോഷണം കൊടുക്കും, പ്രത്യേക ഭക്ഷണം കൊടുക്കും, ഡോക്ടർ പരിചരിക്കും, പ്രോട്ടീൻ കൊടുക്കും. നമ്മുടെ കുട്ടികൾ കഞ്ഞിന്റെ വെള്ളവും കുടിച്ച് പാടത്തിറങ്ങി നടക്കും. അപ്പൊ വളർച്ചയിൽ വ്യത്യാസം വരും. എന്നാലും കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും. ഇങ്ങനെയുള്ള കുട്ടികളല്ലേ ആദിവാസി കുട്ടികൾ ഡോക്ടർമാരാവണില്ലേ, പട്ടികജാതി കുട്ടികൾ IAS-കാരാവണില്ലേ. സാധാരണഗതിയിൽ മനുഷ്യരാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാവേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്കൊരു സംശയം, ജനിതകപരമായ എന്തോ തകരാറുണ്ട്. പരിണാമ പ്രക്രിയ പൂർത്തിയായിട്ടില്ല എന്നാ തോന്നണം. പരിണാമ പ്രക്രിയ പൂർത്തിയായിട്ടുണ്ടെങ്കിലൊക്കെ മനസ്സിലാവട്ടോ. ജനിതക വൈകല്യം, അത് നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കണ്ട. ജനിതക വൈകല്യം ആലോചിച്ച് നോക്കൂ. ഞങ്ങളതിനൊന്നും മറുപടി പറയാൻ അർഹിക്കുന്നില്ല. എനിക്കിവിടെ പറയാനുള്ളത്, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ്. അവരൊക്കെ സംരക്ഷിക്കും. നോക്കൂ, ഈ കാഞ്ഞിരപ്പുഴയിൽ ഒരു വന്ധ്യ വയോധികനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു, വിശ്വനാഥൻ മാഷ്. ഓർമ്മല്ലേ? ലീഗുകാര് തെരുവിലിട്ട് തല്ലിട്ടോ. അന്ന് വൈകുന്നേരത്ത് ലീഗുകാരന്റെ വീട്ടില് കോഴിക്കാല് കടിച്ചു പറിച്ചുകൊണ്ട് നിന്നിരുന്നവര്. മനസ്സിലായോ? കരഞ്ഞിട്ടാണ് വിശ്വനാഥ മാഷ് എന്നെ വിളിച്ചത്. പക്ഷെ ഞങ്ങൾ വരണോ ചോദിച്ചു. ഞങ്ങള് വേണ്ട, പക്ഷെ എന്റെ സങ്കടം പറയാനാ സഖാവ് വിളിച്ചത്. ഞാനിതിലൊന്നും ആളല്ലാട്ടോ. കൂടെ നിൽക്കുന്ന ആളുകള് നിരപരാധികളാട്ടോ. അവർക്ക് അറിയില്ല എന്തോ തെറ്റിദ്ധാരണ. കാരണം ഇപ്പൊ UDF നമ്മുടെ നാട്ടിലെ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലേ അധികാരത്തിൽ വന്നത്. ഇവിടെ വലതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാരും തെറ്റിദ്ധരിപ്പിച്ച. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. ഇവിടെയുള്ള ഈ പറയുന്ന കേന്ദ്രത്തിൽ കോൺഗ്രസിലും BJPയിലുള്ള സാധാരണ മനുഷ്യനോട് വിരോധമില്ല ഞങ്ങൾ. അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉപജാപത്തിന്റെ ഭാഗമായി ഞങ്ങൾ വിട്ടുപോയതാ. ഞങ്ങളൊരു വലിയ സമരം നടത്തി, നിങ്ങൾക്കറിയോ? നമ്മുടെ പാർട്ടി തീരുമാനിച്ചാണ്.
2003 ആദിവാസികൾ വെടിവെച്ചു കൊന്നു ആന്റണിയുടെ ഭരണം. ആദിവാസികളെ വയനാട് അന്ന് ഞങ്ങള് നമ്മുടെ പാർട്ടി ഇടതുപക്ഷം തീരുമാനിച്ചു മാർച്ച് ചെയ്യണം. SP ഓഫീസുകളിലേക്ക് കേരളം മുഴുവൻ മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. പോലീസ് ബാരിക്കേഡും മറികടന്നു പോകണമെന്ന് തീരുമാനിച്ചു. VS പ്രായാധിക്യം കൊണ്ട് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ 2 ആള് പങ്കെടുക്കണ്ട, ബാക്കിയുള്ളവരെല്ലാരും പോകണം തീരുമാനിച്ചു. പാലക്കാട് കലക്ടറേറ്റിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടോ. പാലക്കാട് SP ഓഫീസിലേക്ക്. SP ഓഫീസിന് മുമ്പിൽ 3 ലൈൻ ബാരിക്കേഡാണ്. ചവിട്ടി മറച്ചിട്ട് ഞങ്ങൾ പോയി. ഞാനാണ് പോലീസ് SP ഓഫീസിന്റെ ഗേറ്റ് കുറ്റിയിട്ടിട്ട് വന്നത്. അവിടുന്ന് തിരിച്ചു പോലീസുകാർ വന്നു. ഞങ്ങളുടെ പുറത്തൊക്കെ ചെണ്ടമേളം പഞ്ചാരിയും പാണ്ടിയും ഒരുമിച്ച് നടത്തി. മുദ്രാവാക്യം വിളിച്ചതിന് നേരിട്ട് ഞങ്ങള് ഓടിയില്ലേ. അന്ന് ചില ആളുകൾ ചില വീട്ടിൽ ഓടിക്കയറി വാതിലടച്ചു. പോലീസ് അവിടെ ആളുകൾ ഇറക്കി വിട്ടു. പോലീസ് 2 കൊടുത്ത്. എന്റെ ചങ്ങായിമാരെ, ഞാനന്ന് അടിയൊക്കെ കൊണ്ട് ഞാനും പ്രസേനും SP ഓഫീസിന് മുമ്പിൽ ഒരു വീട്ടില് തലയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പല്ലൊക്കെ പോയിട്ടോ. 4 പല്ലില്ലേ എനിക്ക്, മേലെയും താഴെയായിട്ട് ഇടുപ്പൊക്കെ ചവിട്ടി നിരപ്പാക്കിയിട്ടുണ്ട്. പ്രസേന്റെ പുറത്തൊക്കെ ഇങ്ങനെ പൊള്ളങ്ങനെ പൊന്തി കിടക്കുക. ശിവാസുമേനെ അടിയിട്ടി, കൃഷ്ണാസന അടിയിട്ടി, സുധാരമാഷ്ക്ക് അടിയിട്ടി, രാധാകൃഷ്ണൻ അടിയിട്ടി കണ്ണാടിയിലെ. ഇത്ര ആളുകൾ. ശിവാസുമേനെ ഒരു ഉന്തുവണ്ടിയിലാണ് നീട്ടിയിട്ട് പോയത്. കൃഷ്ണാസന ഒരു ഉന്തുവണ്ടിയിൽ ഇട്ടാ കൊണ്ടുപോയത്. കേരളം മുഴുവനുണ്ടായി ആ സമരം. ചെറുത്തു നിന്നു കമ്മ്യൂണിസ്റ്റ് ധീരതയോടെ ഞാനും പ്രസേനും ഒരു ഡോക്ടറെ വീട്ടിൽ കയറി. പോലീസുകാരാ വീട് വളഞ്ഞു ഞങ്ങളെ കസ്റ്റഡിയിൽ കിട്ടാൻ. ഞങ്ങളെ വിട്ടുതരണം. വെള്ളം കുടിച്ചു. ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അതൊന്നും പറ്റില്ല, നിങ്ങൾ ആശുപത്രിയിലാണ് പോകണ്ടോ, പോലീസിന്റെ കൈ കൊടുക്കാൻ പറ്റില്ല. പോലീസ് മാറും. ഞങ്ങൾ പുറത്തിറങ്ങി നടന്നു. ആശുപത്രിയിലേക്ക് നടന്നു. വെണ്ണക്കര വഴി തങ്കാശുപത്രിയിൽ എത്തുമ്പോ തങ്കം ആശുപത്രിയിൽ അലറോട് അലറല, കരച്ചിലോട് കരച്ചിൽ. അമ്മേ, അയ്യോ, വാവേ. ഇപ്പോഴും പോയാൽ കേട്ടോ, പഴയ ഡ്രാക്കുള ഹൗസിൽ കയറണമാതിരി. ആരാന്ന് ഞാൻ പറയണ്ടല്ലോ. 4-5 ആളാണ് പരിചരണത്തിന്. ദാസേട്ട ഓർമ്മല്ലേ? വീശിക്കൊണ്ടിരുന്നിരുന്നു. വീശിക്കൊണ്ടിരിക്കുകയാണ്. 3-4 ആള് വിളിച്ചു. അയ്യോ, പ്രസേന അവിടുന്ന് എണീറ്റ് പോയിട്ട് ഒന്ന കൊടുത്തു കരണക്കുറ്റിക്ക്. ദാസേട്ടൻ നിൽക്കുന്നുണ്ട്. മുണ്ടാതിരുന്ന മാനം കെടുത്തരുത് ഈ പാർട്ടി. ആളുകൾ വിചാരിച്ചോളണം, മനസ്സിലാക്കിക്കോളണം. ഞങ്ങളൊക്കെ രക്ഷിക്കും സംരക്ഷിക്കും എന്ന് പറയാൻ വരുന്ന ആളുകള് അത് മതി. നിങ്ങളാവല്ലേ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നു 50 കൊല്ലം. പക്ഷെ തമ്പുരാൻ എന്ന വിളിയാണ് നിങ്ങൾ ആസ്വദിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്സിക്കണില്ലാത്ത തമ്പുരാൻ എന്ന വിളി. മണ്ണാർക്കാട് വെച്ച് ജില്ലാ സമ്മേളനം നടന്നപ്പോ ഈ ഏരിയയിലെ മുഴുവൻ പ്രദേശത്തും തമ്പുരാൻ എന്ന് ബോർഡ് വെച്ചു. ഞാൻ ചോദിച്ചത് എന്ത്? ഏതെങ്കിലും ഒരു സ്വൽപ്പം മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനെ ആലോചിക്കും അങ്ങനെ തമ്പുരാൻ. എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളെ കൊണ്ടുവന്നു. പദവികൾ തന്നു, സൗകര്യങ്ങൾ തന്നു, തിരുത്താൻ നോക്കി. പാലക്കാട്ടുകാർ പറയും പോലെ ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോ തല്ലിക്കൊട്. എന്നിട്ട് നിങ്ങൾ ഛർദിക്കേ. നോക്കൂ, നിങ്ങൾക്ക് അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ MLA ആവലും MP ആവലും സംസ്ഥാന സെക്രട്ടറി ആയതാണ്. അത് എളുപ്പമാണല്ലോ. ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി കയറി എന്തു ആവാം. അഖിലേന്ത്യാ സെക്രട്ടറി ആവാം. അതിനൊരു അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടാക്കിയ ഞാനും സുഭദ്രയും അപ്പനും 3 ആളല്ലേ ഉള്ളൂ. അവങ്ങൾക്ക് എന്തോ ആവാം. അതിനൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. ഞങ്ങൾ അഖിലേന്ത്യാ സെക്രട്ടറി ആവുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞതൊന്നല്ല. നോക്ക്, ഇന്ത്യയിൽ പോരാട്ടം ഉയർന്നു വരണുണ്ടോ? കഴിഞ്ഞ 12 കൊല്ലമായി നരേന്ദ്രമോദി ഇങ്ങനെ ഏകഛത്രാധിപതിയെ പോലെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ എന്ത് ചെയ്യുമെന്നാലോചിച്ചു. കർഷക സമരം ഉണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ സമരത്തിന് മുമ്പിൽ കീഴടങ്ങി. ഇപ്പതാ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ യുവജനങ്ങൾ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 1 മാസം സഹന സമരം. അവസാനം പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. നിഷ്ഠൂരമായി നിങ്ങൾ നേരിട്ടു. പോലീസുകാര് CRP, പെല്ലറ്റ് ഗൺ, ആണിയടിച്ച പട്ടിക. ചെറുപ്പക്കാരെ നിങ്ങൾ നേരിട്ടു. പെൺകുട്ടികളെ അപമാനിച്ചു. നമ്മള് തുർക്കിയിൽ കണ്ടു പണ്ടൊരു ഓറഞ്ച് വിപ്ലവം. തുർക്കിയില്, യമനില്, സിറിയയില്, ലിബിയയില്, മൊറോക്കോയില്, ഈജിപ്തില്, നേപ്പാളിലും ബംഗ്ലാദേശിലും ജൻസി വിപ്ലവം. അപ്പോഴാണ് ഇവിടെ ഇന്ത്യയിൽ, മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയിൽ മതമെന്ന് പറയുന്നത് തന്നെ കൊലപാതകത്തിന്റെ അടിസ്ഥാനം. 2014 പൂനെയില് ഷെയ്ഖ് മുജീബ് കൊല്ലപ്പെട്ടത്. പൂനെ ജില്ലാ കോടതി പറഞ്ഞു മതപരമാണ്, അയാളുടെ മതമാണ് കൊലപാതകത്തിന്റെ കാരണം. സുപ്രീം കോടതി അതിനെ തിരുത്തിയിട്ടോ. മതം ഒരാൾക്ക് വിശ്വാസം ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ അതിന്റെ പേരിൽ ആളെ കൊല്ലാൻ പാടില്ല, ശിക്ഷ കൊടുത്തു.
അംബേദ്കർ പറഞ്ഞതാണ്, രാഷ്ട്രീയ ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ മതത്തിന്റെ ആധിപത്യത്തിലേക്ക് മാറിയാൽ അപകടം ചെയ്യും. ഇന്ന് ആ അപകടത്തിലാണ് നിൽക്കുന്നത്. അതിനു മുമ്പിൽ മരവിച്ചുപോയ ഇന്ത്യയുടെ മനസ്സിലേക്കാണ് ഒരു പുതിയ വെളിച്ചവുമായി ജൻസിയുടെ കലാപം ഉയർന്നു വന്നത്. പട്ടാളക്കാരിറങ്ങിയപ്പോ അവരുടെ മുമ്പിൽ ലാത്തിയുമായി വരുന്ന പട്ടാളക്കാരന് പൂവ് കൊടുത്തു കുട്ടികൾ. പൂവ് പെല്ലറ്റി കണ്ണുമായി വരുന്ന ആൾക്ക് ചോക്ലേറ്റ് കൊടുക്കുക. അവരുടെ മുമ്പിൽ ഡാൻസ് കളിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലുമെന്ന് സർഗാത്മകമായി ചോദിക്കുക. അവസാനം രാജിവെക്കേണ്ടി വന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ എന്താണ് അടുത്ത കാര്യം? അല്ലെങ്കിൽ നീ രാജിവെക്കണമെന്ന് അതാണ് പറഞ്ഞത് പ്രധാനമന്ത്രി. അപ്പൊ പ്രധാന കൈയൊഴിഞ്ഞ് നരേന്ദ്രമോദി, അമിത്ഷാ എന്താ ബിജെപിക്കാര് പറഞ്ഞിരുന്നറിയോ? ഈ രാജ്യത്ത് 50 കൊല്ലം അമിത്ഷാ, പിന്നെ നരേന്ദ്രമോദി, നിങ്ങളാണ് ഭരിക്കുക, ചാണക്യന്മാർ, നിങ്ങളല്ലേ പറഞ്ഞേ. പക്ഷെ ഈ പാർലമെന്റ് സമ്മേളനം ഉണ്ടല്ലോ, മൺസൂൺ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികത്തിൽ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ 15 ദിവസം സഭ ചേർന്നപ്പോ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പാർലമെന്റിൽ വരാൻ ധൈര്യം ഉണ്ടായില്ല. പാർലമെന്റിൽ വന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റ മനസ്സോടെ ഉയർത്തെഴുന്നേറ്റപ്പോ പാർലമെന്റിൽ വന്നില്ല. അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നോക്കി, സമരം കഴിഞ്ഞപ്പോ ഓർഗനൈസർ RSSന്റെ മുഖമാസിക എഴുതിയിട്ടോ എന്താ അവര് പറഞ്ഞറിയോ? കമ്മ്യൂണിസ്റ്റുകാരാണ് അതിന്റെ പിന്നിൽ. കമ്മ്യൂണിസ്റ്റുകാരാണ് അതിന്റെ പിന്നിൽ. ഇന്ത്യയിലെ സംഘപരിവാരത്തിനറിയാം ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടന RSS. ആ RSSനറിയാം. RSSന്റെ പ്രത്യയശാസ്ത്രത്തിന്, സംഘടനയ്ക്ക്, രാഷ്ട്രീയത്തിന്, സാമ്രാജ്യത്വ വിധേയത്വത്തിന് എതിരായി ഉയർന്നു നിൽക്കുന്ന കരുത്ത് ബദലുള്ള ഒരേ ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണോ? അവരെഴുതി വെച്ചിട്ടുണ്ട്. അതവർക്കറിയാം. ഞങ്ങളതാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ തകർത്ത് മനുവാദ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ വരുന്ന സംഘപരിവാരത്തിനെതിരായി കർഷകരുടെ, തൊഴിലാളികളുടെ, വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ, വനിതകളുടെ സമരത്തിന്റെ കൊടുങ്കാറ്റ് കെട്ടഴിച്ചുവിടും. ഞങ്ങൾ ചെറുതായിരിക്കാം, പക്ഷെ ഞങ്ങൾ ഉയർത്തുന്ന മനുഷ്യ സമത്വത്തിന്റെ ആശയം ഇന്ത്യയിലെ 140 കോടി ആളുകളെയും ഉൾക്കൊള്ളുന്നതാണോ? ആ രാഷ്ട്രീയ ആശയം സാധിതപ്രായമാക്കാനാണ് ഞങ്ങൾ പോരാടുക. അല്ലാണ്ട് ഇന്ന ചെയർമാനാക്കിയില്ല, എന്നെ MLA ആക്കിയില്ല, ഇന്ന നടപടിയെടുത്തു, ഇന്ന നുള്ളി, ഇന്ന മാന്തി, ഇന്ന പിച്ചി എന്നൊക്കെ പറഞ്ഞ് പാർട്ടി മാറി അവന്റെ ആസനത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെഞ്ചത്തേക്ക് കുതിര കയറില്ല. നോക്കൂ, ഞാൻ ഗോകുൽദാസ് എങ്ങനെയാ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് പ്രസംഗിക്കണേ? എനിക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? CPIM എന്ന പ്രസ്ഥാനം തന്ന ഒരു അംഗീകാരമാണോ ഈ നാട്ടിലെ ജനങ്ങൾ തന്ന അംഗീകാരം? ജില്ലാ കമ്മിറ്റി അംഗം എല്ലാവരും അങ്ങനെയാണ്. പിണറായി വിജയൻ അങ്ങനെയാണ്, MA ബേബി അങ്ങനെയാണ്. വ്യക്തിപരമായ ഒരു സവിശേഷതയില്ല. CPIM എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളുടെ സമരായുധാണ്, പാവപ്പെട്ട മനുഷ്യന്റെ സമരായുധാണ്. നിസാർ സെക്രട്ടറിയായ ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ, കർഷകരുടെ സമരായുധാണ്. അതിന്റെ കാര്യസ്ഥന്മാര് കൂലിക്കാരാണ് ലോക്കൽ കമ്മിറ്റി. നാട്ടുകാരുടെ കൂലിക്കാരാണ് ഏരിയ കമ്മിറ്റി. നാട്ടുകാരുടെ സേവകരും കൂലിക്കാരുമാണ് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി. ഇതൊക്കെ അതാണ് സാധാരണ മനുഷ്യന്റെ. പക്ഷേ ആ മഹാപ്രസ്ഥാനം നമ്മളെ വളർത്തും, വാനോളം വളർത്തും. വന്നിറങ്ങുമ്പോ സഖാവേന്ന് വിളിക്കും, ചായ വാങ്ങിത്തരും, പ്രസംഗിക്കാൻ വേദിയൊരുക്കും, ഡയസ് തരും, സ്വാഗതം പറയും. ഇവിടെ പറഞ്ഞല്ലോ നന്നായി പ്രസംഗിക്കും. ഒരുപാട് ആൾ നന്നായി പ്രസംഗിക്കണവരുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിച്ചു തരണതാണ്, ഇടതുപക്ഷം അനുവദിച്ചു തരുന്നതാണ്. ആ ഇടതുപക്ഷം ഒരമ്മ കുഞ്ഞിനെ നോക്കണ പോലെ കേട്ടോ സഖാക്കളെ നോക്കുക. ഒരമ്മയുടെ ഗർഭത്തിൽ കുഞ്ഞിന്റെ ബീജം വരുമ്പോ അമ്മക്കറിയാം 3 മാസം കഴിയുമ്പോ അതിന് ചലനം വെക്കും, കൈകാലിളകും. അന്നോട്ട് അമ്മ സ്വപ്നത്തിലാണ് എന്റെ കുഞ്ഞെങ്ങനെയാണ്, കറുത്തതാണോ, വെളുത്തതാണോ, ചുവന്നതാണോ, ചുരുണ്ട മുടിയാണോ, കണ്ണും കാതും എല്ലാം ഉണ്ടാവണേ, മൂക്കുണ്ടാവണേ, ലക്ഷണമൊത്തതാവണേ, ആൺകുട്ടിയാവണേ, പെൺകുട്ടിയാവണേ, നേർച്ചയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് ഒരു കൊല്ലം. അവസാനം പ്രായമാവുമ്പോ, പക്വമാവുമ്പോ, ശരീരം വളർന്ന് കുട്ടി പുറത്തു വരുമ്പോ ജീവൻ പോകുന്ന വേദനയിലും കുട്ടിയുടെ കരച്ചിൽ കേട്ടുമ്പോ അമ്മ ചിരിക്കും. കുട്ടി കരയും, ജീവൻ പോകുമ്പോ അമ്മ ചിരിക്കും. മകന്റെ കരച്ചിൽ, മകളുടെ കരച്ചിൽ കേട്ടാൽ പിന്നെ അതിനെ കൊഞ്ചിച്ച് ലാളിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി, കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ ചുറ്റും നിന്ന്, നിങ്ങൾ വരുമ്പോ മുദ്രാവാക്യം വിളിച്ച്, നിങ്ങൾ വരുമ്പോ ഇൻകുലാബ് വിളിച്ച്, നിങ്ങൾ വരുമ്പോ നല്ല ചായ കൊടുത്ത്, സഖാവിനിരിക്കാൻ ഇരിപ്പിടം കൊടുത്ത് നിങ്ങളെ പരിചരിച്ച ആളുകളെയാണ് 50 കൊല്ലം കഴിഞ്ഞ് ഒരു ദിവസം ഇറങ്ങിപ്പോയി നിങ്ങൾ കാർക്കിച്ചു തുപ്പുന്നത്.
അതിനുള്ള അന്തസ്സേ നിങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനുള്ള സംസ്കാരമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനല്ലോ, അങ്ങനല്ലോ. പുന്നപ്ര വയലാർ സമരം, നിങ്ങൾ ആ സമരത്തെ കേട്ടിട്ടുണ്ടോ? ലോകത്തിങ്ങനെ ഒരു സമരമില്ല. സാമ്രാജ്യത്വ വിരുദ്ധ സമരം. ആയുധമെടുത്ത് നിൽക്കുന്ന സ്റ്റെൻഗണ്ണിന് നേരെ പാവപ്പെട്ട മനുഷ്യൻ, എല്ലും തോലുമായ മനുഷ്യൻ വാരിക്കുന്തവുമായി പോയ സമരാണ്. ആ സമരം ആരംഭിക്കുമ്പോൾ ഒരു പ്രത്യേക സന്ദർഭം കേട്ടോ. ഒരു ദിവസം വയലാറിലെ ക്യാമ്പിൽ 432 ആളുണ്ട്. ആ ക്യാമ്പിൽ രാത്രി ചർച്ചയാണ്. ചർച്ചയോട് ചർച്ച, തർക്കം. എന്താ പ്രശ്നം? സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. വളണ്ടിയർ ക്യാമ്പ് സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കണം. അതിന്റെ ആദ്യത്തെ രൂപരേഖ മാരാരിക്കുളത്തൊരു പാലുണ്ട്, അത് തകർക്കണമെന്നാണ്. ആ പാലം തകർക്കണം. കാരണം ആ പാലത്ത് കൂടെ പട്ടാളം വരിക. 432 ആളുകൾ തർക്കെന്തിനാ? ഞാൻ പോവാൻ പട്ടാളത്തിന്റെ പാലം തകർക്കാന്നാണ്. അപ്പുറത്ത് തോക്കും കൊണ്ട് നിൽക്കുകയാണോ? പോയാ വെടിവെച്ച് കൊല്ലും എന്ന് ഉറപ്പുണ്ടായപ്പോ 432 ആൾക്കും പോകണം. വിളിച്ച 9 എണ്ണത്തിനെയും വെടിവെച്ച് കൊന്നു. അവര് മരിച്ചു എന്നറിഞ്ഞപ്പോ ബാക്കിയുള്ള 423 ആളുകൾ കൈകളിൽ ഒരുമിച്ച് ചേർത്ത് പ്രതിജ്ഞ എടുത്തു. ശിഖാക്കളെ, ഈ സമരത്തിൽ നമ്മൾ മരിക്കും. പക്ഷേ ഈ രാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സുമുയർത്തി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ മനുഷ്യന് വേണ്ടി പൊരുതി മരിക്കുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ തടവറയ്ക്കുള്ളിൽ തുടയല്ലു പൊട്ടി തകരുന്ന നേരം എന്നച്ഛൻ കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം. മകനെ, നിനക്ക് ഈ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സ്വപ്നം. അങ്ങനെ ഇന്ത്യ പുലരണമെന്ന് ആഗ്രഹിക്കാൻ വെള്ളക്കാരന്റെ പട്ടാളത്തിന്റെ മുമ്പിലേക്ക് ഈ എല്ലും തോലുമായ ശരീരത്തിന് കയ്യിലൊരു അലകിന്റെ അറ്റവും ചെത്തിക്കൂർപ്പിച്ച് ഇഴഞ്ഞു നീങ്ങിയ പോരാളികൾ ഒരുമിച്ച് പിടിച്ച് തീരുമാനിച്ചതും മരിച്ചു വീണ് നമ്മളുടെ രക്തം കൂടി സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന് മണ്ണാക്കണം, വളമാക്കണം എന്നാണ്. അവരുടേതാണ് ഈ പാർട്ടി, തമ്പുരാന്മാരുടെ അല്ല. മനസ്സിലാക്കിക്കോ. ഞാൻ വരുന്നത് ബാലകൃഷ്ണന്റെ മണ്ണെന്നാണ്. RSSകാരിങ്ങനെ 36 വെട്ടുവെട്ടി വിറക് കീറുന്നത് പോലെ കീറുമ്പോ എന്റെ സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ അവസാന നിമിഷം വരെ ഇൻകുലാബ് സിന്ദാബാദാണ് വിളിച്ചത്. അമ്മേന്ന് വിളിച്ചിട്ടില്ല. കയ്യിലൊരു അടി കിട്ടിയപ്പോ നാട് മുഴുവൻ അലർന്നതിൽ അപമാനിക്കുന്നതിൽ കരഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ അളക്കരുത് കേട്ടോ. സാധാരണക്കാരായ അതിന്റെ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ബേജാറൊന്നും കണ്ട് നിൽക്കരുത്. ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടും ഒരു പരാതിയില്ല, പരിഭവമില്ല. നിങ്ങൾ ശാന്തമായി ആലോചിക്കൂ. ഞങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങളോട് കുറവുണ്ടെ ചൂണ്ടിക്കാണിക്കൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ തമ്പുരാന്മാരില്ല. വിളിച്ചിരുത്തി പറയാം, നിസാർ എവിടെ വാ, നാരായണൻകുട്ടി വാ, ഗോകുൽദാസ വാ, മണികണ്ഠ വാ, സംസാരിക്കാനുണ്ട്. ഞങ്ങൾ കേൾക്കും. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കാരണം നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇന്ത്യയിൽ അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എന്താ നമ്മുടെ നാടിന്റെ സ്ഥിതി? 2 പ്രശ്നമുണ്ട്. ഇന്ത്യ യങ്സ്റ്റേഴ്സിന്റെ നാടാണ്. 94 കോടി ചെറുപ്പക്കാരാ. അതിൽ ജെൻസി എന്ന് പറഞ്ഞ വിഭാഗമാണ് കേട്ടോ 56 കോടി. ബാക്കി മില്ലേനിയം 40 വയസ്സ് വരെയുള്ളവര്. ഇന്ത്യയിൽ തൊഴിലുണ്ടോ? 2 കോടി തൊഴിൽ പ്രതിവർഷം എന്ന് പറഞ്ഞു വന്ന് നരേന്ദ്രമോദി 24 കോടി തൊഴിലുണ്ടാക്കിയിരിക്കണം. ഒരു തൊഴിലില്ല. മാത്രമല്ല ഗിഗ് എക്കോണമിയാണ് ഇന്ത്യ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാലക്കാട് ടൗണിൽ മണ്ണാർക്കാട്ടൊക്കെ പോയാൽ ഈ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ കുട്ടികൾ ഇങ്ങനെ ബൈക്ക് ഓട്ടിച്ച് പോകണുണ്ടാവും. നമ്മൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാണ്. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോ സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത വീട്ടിൽ ഭക്ഷണം വാങ്ങി പോകുന്നതിന് മുമ്പ് നിങ്ങളോട് അവർ 1 മിനിറ്റ് നിൽക്കാൻ നേരണ്ടോ മോനെ, അല്ലെങ്കിൽ ഫോൺ നമ്പർ താന്ന് ചോദിച്ചിട്ട് അവനോട് ചോദിക്കും അവൻ ഏതുവരെ പഠിച്ചു. ബാംഗ്ലൂരിൽ ഞാനൊരു പ്രത്യേക സർവേ CIT വേണ്ടി നടത്തി. ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റിൽ 600 കുടുംബമുള്ളിടത്ത് സൊമാറ്റോന്റെ പണിയെടുക്കണ 400 കുട്ടികളുണ്ട് കേട്ടോ. അതിൽ 80% PG ഉള്ളവരാ, MTechും PG ഉള്ളവരാ. ഇന്ത്യ ഗിഗ് എക്കോണമിയിലാണ്, പ്ലാറ്റ്ഫോം എക്കോണമിയിലാണ്. MTechും MCOM ഒക്കെ പഠിച്ച മക്കള് കമ്മീഷൻ ബേസിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അവർ പറയുന്ന സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ ജീവൻ കൈ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ല, വിദ്യാഭ്യാസ അവകാശമില്ല. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കാലിത്തൊഴുത്തിലാണ് മക്കൾ പഠിക്കണേ. കാലിത്തൊഴുത്തിൽ പട്ടിണിയും ദാരിദ്ര്യം കൊടികുത്തി വാഴാണ്. അതിന് പരിഹാരമായിരുന്നു തൊഴിലുറപ്പ് നിയമം. അത് നിങ്ങൾ അട്ടിമറിച്ചു. തൊഴിലില്ലായ്മ പെരുകുന്നു, വിദ്യാഭ്യാസ അവകാശം ഹനിക്കുന്നു. സെൻട്രലൈസേഷനും കമ്മ്യൂണലൈസേഷനും കമേഴ്സ്യലൈസേഷനും CCC വിദ്യാഭ്യാസ രംഗത്ത് അതിനെ തകർക്കുന്നു. അവിടെ ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള മനുഷ്യന്റെ മഹാസമരങ്ങൾ ആരംഭിക്കുകയാണ്. ആ മഹാസമരങ്ങളാണ് ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ പോണത്.
അപ്പൊ നരേന്ദ്രമോദി RSSും പറഞ്ഞു ഇതുവരെ ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയിലെ ജനാധിപത്യ ചരിത്രം, ഇന്ത്യയിലെ ജനങ്ങൾ ഭരണാധികാരിയെ തെരഞ്ഞെടുത്തു. ഇനി അങ്ങോട്ട് ആരാവണം വോട്ടർമാരെന്ന് ഞങ്ങൾ തീരുമാനിക്കും SIR വെച്ച്. ഞങ്ങൾക്ക് ജയിക്കാനുള്ള വോട്ടർമാർ മതി നാട്ടിൽ നിന്നാണ്. അങ്ങനെ വോട്ടവകാശത്തിനു വേണ്ടി സമരം നടത്തേണ്ടി വരുന്ന ആളുകളുടെ നാടായി നമ്മുടെ നാട് മാറുന്നു. നമുക്ക് വോട്ടവകാശത്തിനു വേണ്ടി, തൊഴിലിനു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി, ജീവിതത്തിനു വേണ്ടി സമരം നടത്തണം. ആ മഹാസമരത്തിലേക്ക് നാടുണരണം. അല്ലാതെ ആ സമരത്തിന് എതിരായി നിൽക്കുന്ന ആശയങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ ഈ നാട്ടിൽ സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ലക്ഷ്യമിടുന്നത് ഈ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളോട് സംവദിക്കാനാണ്. നീതി നിഷേധം എവിടെ ഉണ്ടോ അവിടെ നീതിക്ക് വേണ്ടി പോരാടാനാണ്. ആ പോരാട്ടമാണ് കമ്മ്യൂണിസം, ഇടതുപക്ഷം. ആ പോരാട്ടത്തിൽ ഒരു അണുവായി ചേരുക, ആ പോരാട്ടത്തിന്റെ മഹാപ്രവാഹത്തിൽ മുന്നിൽ നിന്ന് ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് പൊരുതി പൊരുതി രക്തസാക്ഷിയാവുക. അതിനേക്കാൾ വലിയ മോക്ഷം മറ്റൊന്നുമില്ല എന്ന് കരുതുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ആ രാഷ്ട്രീയത്തിനോടൊപ്പം നിങ്ങൾ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.